അപ്പോൾ ഈ ഒരു ഇൻവിസിബിൾ ചെയിൻ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 കുന്തൻ സ്റ്റോൺസ് എടുത്തിട്ടുണ്ട്, പിന്നെ ക്രിസ്റ്റൽ ബീഡ്സ് എടുത്തിട്ടുണ്ട്, അതുകൂടാതെ ഗോൾഡൻ ബീഡ്സും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഗിയർ വയറും ഗിയർ ലോക്കുമാണ്. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഗിയർ ലോക്കിലേക്ക് കുന്തൻ സ്റ്റോൺസ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ ഒരു കുന്തൻ സ്റ്റോൺസിൻ്റെ 2 സൈഡിലായിട്ട് ഗോൾഡൻ കളർ ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഈ ഒരു ഗോൾഡൻ കളർ ബീഡിൻ്റെ 2 സൈഡിലായിട്ട് ബ്ലാക്ക് ക്രിസ്റ്റൽസ് ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് വീണ്ടും ഒരറ്റത്ത് നമ്മൾ ഗോൾഡൻ കളർ ബീഡ് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ അടുത്ത കുന്തൻ സ്റ്റോണോടെ ഇട്ട് കൊടുക്കണം. ശേഷം വീണ്ടും ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം വീണ്ടും ഒരു ക്രിസ്റ്റൽ ഇട്ട് കൊടുക്കണം. അതിനുശേഷം വീണ്ടും ഈ 2 ക്രിസ്റ്റൽസിൻ്റെ അറ്റത്തായിട്ട് ഗോൾഡൻ കളർ ബീഡ് കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 2 അറ്റത്തുമായിട്ട് ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഈ 2 ഗിയർ ലോക്കും പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് മതി എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് 2 അറ്റത്തും നമ്മുടെ ഫിഷ് ലോക്കും അതേപോലെ ജമ്പിംഗ് റിങ്ങും ഇട്ടിട്ട് നിർത്താവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 2 സെറ്റ് ബീഡ്സ് കൂടെ ഇട്ട് കൊടുക്കാൻ പോവാണ്. അതായത് ഈ ഒരു ഗിയർ ലോക്ക് ഇവിടെ വെച്ച് ലോക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു ക്രിസ്റ്റൽ ബീഡ്, വീണ്ടും ഒരു ഗോൾഡൻ ബീഡ്, അതിനുശേഷം ഒരു ക്രിസ്റ്റൽ ബീഡ്, പിന്നെയും ഗോൾഡൻ ബീഡ്, ശേഷം ഒരു ഗിയർ ലോക്ക്. ഇതേ ഓർഡറിൽ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്കും ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ആ ഒരു സെറ്റ് ഓഫ് ബീഡ്സ് ഈ ഒരു സെൻറ്ററിൽ നിന്ന് കുറച്ച് മാറിയിട്ട് മുകളിലേക്കായിട്ട് നമ്മളിവിടെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ഗിയർ ലോക്ക്. ലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫിഷ് ഹുക്കും ജമ്പ് റിങ്ങും ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഒരറ്റത്ത് ജമ്പിംഗ് റിങ് ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ഗിയർ ലോക്ക് വെച്ച് സെക്യൂർ ചെയ്യണം. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഫിഷ് ഹുക്ക് ഇട്ട് ലോക്ക് ചെയ്യണം.